نعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن إلينا إيابهم ثم إن علينا حسابهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഏതാനും ഖുതുബകളിലായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, മരണാനന്തര ജീവിതത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണയിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷ ലഭിക്കുന്ന മാർഗങ്ങളെ പറ്റിയിട്ടാണ്. അതിലെ ഒന്നാമത്തെ കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആനും ഹദീസുകളും നിരന്തരമായി പഠിപ്പിച്ച ഹിസാബിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് വിശ്വാസിക്ക് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട പ്രാർത്ഥനകളും ദിക്റുകളും പഠിക്കുക, നിരന്തരമായി അള്ളാഹുവിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കുക. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമൻ യദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹുവിന് പുറമെ ആരെങ്കിലും ഒരു ഇലാഹിനോട് തേടിയാൽ ലാ ബുർഹാന ലഹു ബിഹി, അവന് ആ ചെയ്ത പ്രവൃത്തിക്ക് യാതൊരു ബുർഹാനുമില്ല, തെളിവുമില്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി, അവൻ്റെ ഹിസാബ്, അവൻ്റെ വിചാരണ അവൻ്റെ റബ്ബിൻ്റെ അരികിലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, നിശ്ചയമായിട്ടും സത്യനിഷേധികൾ വിജയിക്കുകയില്ല. ഇതാണ് രണ്ടാമത്തേത് നമ്മൾ സൂചിപ്പിച്ചത്. അഥവാ
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെ അവന് സങ്കല്പിച്ചാൽ അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് വിജയം ഒരിക്കലും നൽകുകയില്ല. അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, പടച്ചോന് പുറമെ ഇലാഹിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരിക അള്ളാഹുവിൻ്റെ കുറേ ഗുണവിശേഷണങ്ങളുള്ള, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അഫ്ആലുകളുള്ള, അവൻ്റെ സിഫാത്തുകളുള്ള, വിശേഷണങ്ങളുള്ള, അസ്മാഉകളുള്ള, നാമങ്ങളുള്ള ഒരു മറ്റൊരു ദൈവത്തെ സങ്കല്പിക്കുക, മറ്റൊരു ഇലാഹിനെ സങ്കല്പിക്കുക, അല്ലെങ്കിൽ പടച്ചവന്റെ പോലത്തെ മറ്റൊരു പടച്ചവൻ, ഇങ്ങനെ സങ്കല്പിക്കുക. ഇതാണ് പടച്ചവന് പുറമെ ഇലാഹിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരാം. വാസ്തവത്തിൽ അത്രയൊന്നും വേണ്ട. അങ്ങനെ ഇലാഹുകളെ കണക്കാക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. മക്കാ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവര് കണ്ണിൽ കണ്ടതിനൊക്കെ ഇലാഹാക്കുന്നു ഖുർആൻ പറഞ്ഞല്ലോ. ഇതുപോലെ എല്ലാ ജീവജാലങ്ങളെയും ഇലാഹുകളാക്കി കൊണ്ടടക്കുകയും അവക്കൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ പല സിഫത്തുകളും പല അഫ്ആലുകളും പ്രവർത്തനങ്ങളുമൊക്കെ അവയിൽ ആരോപിച്ചുകൊണ്ട് അവരെ ആരാധിക്കുന്ന ജനവിഭാഗങ്ങൾ നമുക്ക് ചുറ്റുണ്ട്. പക്ഷെ അത് മാത്രമാണോ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ? അത് മാത്രമല്ല, ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണല്ലോ നമ്മുടെ അസ്ലി, നമ്മുടെ അടിത്തറ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹുമില്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായിട്ട് ഒരു ഇലാഹുമില്ല. ഇതാണല്ലോ അപ്പൊ ഇലാഹ് എന്ത് എന്നത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. എങ്കിലേ നമുക്ക് ഇലാഹ് ഒന്നുള്ളോ എന്ന് പറയുന്നതിന്റെ അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇലാഹ് എന്ത് എന്ന് കൃത്യമായും സൂക്ഷ്മമായും എവിടെയൊക്കെ ആളുകൾ ഇലാഹാക്കപ്പെടും, അല്ലെങ്കിൽ സൃഷ്ടികൾ ഇലാഹാക്കപ്പെടുന്ന സിറ്റുവേഷൻസ് ഏതാണ് എന്നൊക്കെ കൃത്യമായിട്ടൊരു മുസ്ലിം പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഈ വിഷയത്തെ ഒന്നുകൂടി നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി, ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എനിക്കൊരു വസ്തുവിനെ പടച്ചവന് പുറമെ ഇലാഹാക്കണമെങ്കിൽ ഞാൻ ആ വസ്തു സ്വയം കഴിവുള്ളതാണെന്ന് വിശ്വസിക്കണ്ട, ആ വസ്തു ആദിയിലുള്ളതാണെന്ന് വിശ്വസിക്കണ്ട, ആ വസ്തുവിന് അന്ത്യമില്ല എന്ന് വിശ്വസിക്കണ്ട, അല്ലെങ്കിൽ പടച്ചവന്റെ ഏതെങ്കിലും സിഫാത്തുകളൊക്കെ അതിനർപ്പിച്ച് അത്ര ഗംഭീരമാണ് ആ വസ്തു എന്നൊന്നും വിശ്വസിക്കണം എന്നില്ല. അള്ളാഹ്ക്ക് പുറമെ ഞാനൊരു ഇലാഹിനെ ഉണ്ടാക്കണമെങ്കിൽ, ഇലാഹിനെ സങ്കല്പിക്കണമെങ്കിൽ അതിനിത്രയുള്ളോ, അദൃശ്യമായ മാർഗത്തിൽ എന്റെ അപേക്ഷകൾക്ക് പ്രതിഫലനം നൽകുന്ന, ഉത്തരം നൽകുന്ന, അല്ലെങ്കിൽ അതിന് പരിഹാരം നൽകുന്ന എന്തെങ്കിലും ഒരു വസ്തു ഉണ്ട് എന്ന് ഞാൻ സങ്കല്പിച്ചാൽ മതി. അത് ഇലാഹായി, അത് ഇലാഹായി. ഇത്രയുള്ള ഒരു ഇലാഹിനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, പിന്നെ ഇമാം തിർമിദി 2180 ഹദീസായിട്ട് അദ്ദേഹം രേഖപ്പെടുത്താം. എന്താ സംഭവം? അൻ അബി വാഖിദിൻ റളിയല്ലാഹു അൻഹു, അബൂ വാഖിദ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മ ഖറജ ഇലാ ഖൈബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈബറിലേക്ക് പുറപ്പെട്ട സമയത്ത് മറ ബിശജറത്തിൻ ലിൽ മുശ്രിക്കീന, മുശ്രിക്കുകളുടെ ഒരു മരത്തിന്റെ അരികിലൂടെ നടന്നുപോയി. മുശ്രിക്കുകളുടെ മരത്തിന്റെ അരികിലൂടെ നടന്നുപോയി. യുഖാലു ലഹാ ദാതു അൻവാത്ത്, ആ മരത്തെ വിളിക്കപ്പെട്ടിരുന്നത് ദാതു അൻവാത്ത് എന്നാണ്. ദാത്ത് അൻവാത്ത് എന്നാണ് ആ മരത്തെ വിളിക്കപ്പെട്ടിരുന്നത്.
മുശ്രിക്കുകളുടെ മരമായിരുന്നു. എന്തിനാ മുശ്രിക്കുകൾ അത് ഉപയോഗിച്ചത്? യുഅല്ലിഖൂന അലൈഹാ അസ്ലിഹതഹും, അവരുടെ വാളുകൾ അതിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചത്. മുശ്രിക്കുകൾ ശരിക്കും നമ്മൾ പഠിച്ചേക്കണം കേട്ടോ, ശരിക്കും നമ്മൾ മനസ്സിലാക്കി വെച്ചോളും. ഇലാഹാക്കണതിന്റെ നാട്ടിൽ ഇലാഹാക്കുക എന്ന കോൺസെപ്റ്റ്, സങ്കല്പത്തെ പർവ്വതീകരിച്ചിട്ട് ഒരു ബഹുദൈവത്വത്തെ സങ്കല്പിച്ചെങ്കിൽ മാത്രമേ ഇലാഹാകുള്ളൂ. പടച്ചോനക്ക് പുറമെ അതുപോലത്തെ ഒരു പടച്ചോൻ അല്ലെങ്കിൽ സ്വയം കഴിവുള്ള മറ്റൊരു ഇലാഹ് എന്ന് വിചാരിച്ചെങ്കിലേ ഇലാഹാവുള്ളൂ, അല്ലാത്ത പണിയൊന്നും ഇലാഹാക്കലല്ല എന്ന ശക്തമായ പ്രചരണം വിവിധ രൂപത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഹദീസിൽ നിന്ന് മനസ്സിലാക്കിക്കോ എന്താ ഇലാഹാക്കണ പണിന്ന്. എന്നിട്ട് സംഘടനകൾ, ഏത് സംഘടന ആവട്ടെ, സംഘടനകൾ ഇലാഹിന് നൽകുന്ന വിശദീകരണങ്ങളൊക്കെ വിട്ടേച്ച ഖുർആനിലേക്കും ഹദീസിലേക്കും വന്നിട്ട് ഇലാഹ് എന്തെന്ന് നമ്മൾ തെരഞ്ഞോളണം. അപ്പൊ മുശ്രിക്കുകൾ യുഅല്ലിഖൂന അലൈഹാ അസ്ലിഹതഹും, അവരുടെ വാളുകൾ, ആയുധങ്ങൾ അത് തൂക്കിയിടുന്ന, ബർക്കത്തിന് വേണ്ടിയിട്ട് തൂക്കിയിടുന്ന മരമായിരുന്നു. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് മുശ്രിക്കുകൾ കൊണ്ടുവന്നിട്ട് ആ മരത്തുമ്പോ അവരുടെ ആയുധങ്ങൾ തൂക്കിയിടും. എന്നിട്ട് എന്തിനാ? ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. യുദ്ധം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ ആ മരത്തിൽ കൊണ്ട് അതിടും. ഫഖാലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളും ആ മരത്തിന്റെ അടുത്തൂടെ പോവാണ്. ഫഖാലു, ആ സമയത്ത് സഹാബികൾ പറയാ, അവരെടുക്കാ പോണത്? യുദ്ധത്തിനാ പോണേ. സഹാബികൾ യുദ്ധത്തിനാണ് പോകുന്നത്, ഖൈബറിലേക്കാണ് പോകുന്നത്. സഹാബികൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുൻപ് വരെ ആ മരത്തിൽ വാളുകൾ തൂക്കിയിട്ട മുശ്രിക്കുകളുടെ കൂട്ടത്തിലാണ്, ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ആ മരത്തിന്റെ അരികിലൂടെ പോകുമ്പോ ഫഖാലു, അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. അല്ലാഹുവിന്റെ റസൂലേ, ഇജ്അൽനാ, ഞങ്ങൾക്ക് താങ്കൾ ഉണ്ടാക്കി തരണം, ദാതു അൻവാത്ത്, ഒരു ദാത്ത് അൻവാത്ത് ഉണ്ടാക്കി തരണം. കമാ ലഹും ദാതു അൻവാത്ത്, മുശ്രിക്കുകൾക്ക് അവർക്ക് ദാതു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും യുദ്ധത്തിന് പോകുമ്പോൾ ഞങ്ങൾക്ക് ബർക്കത്ത് ലഭിക്കുന്നതിന് വേണ്ടി, ആയുധങ്ങൾ തൂക്കിയിടുന്നതിന് വേണ്ടി ഒരു ദാതു അൻവാത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. സഹാബികൾ ആവശ്യം എന്താ? അള്ളാഹ്ക്ക് പകരം ഒരു സ്വയം കഴിവുള്ള ദാത്ത് അൻവാത്ത് വേണമെന്നാണോ ചോദിച്ചത്? അള്ളാഹുവിന് പുറമെ അന്തിയില്ലാത്ത, ആദ്യമില്ലാത്ത ഒരു ഇലാഹിനെ ഉണ്ടാക്കി തരണം എന്നാണോ ചോദിച്ചത്? ഒന്നുമില്ല. ഞങ്ങൾക്ക് ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ ആയുധങ്ങൾ തൂക്കിയിടുമ്പോൾ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മുശ്രിക്കുകൾ അവർക്കൊരു മരമുണ്ട്, അതുപോലെ ഞങ്ങൾക്കൊരു മരം ഉണ്ടാക്കി തരണം, ബർക്കത്തിന്റെ ഒരു സബബ് ഉണ്ടാക്കി തരണം. ഇത്ര പറഞ്ഞിട്ടുള്ളൂ. ഇത്രയാണ് റസൂലുള്ളാഹിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ മറുപടി നിങ്ങൾ നോക്കിക്കോ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സമയത്ത് നബിന്റെ മറുപടി എന്താ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രയോ പരിശുദ്ധൻ. ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസയുടെ ജനത ചോദിച്ച ചോദ്യം പോലെയാണ്. ഇത് മൂസയുടെ ജനത ചോദിച്ച ചോദ്യം പോലെ. എന്താ മൂസയുടെ ജനത ചോദിച്ചത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കൊരു ഇലാഹുള്ളത് പോലെ മൂസ ഞങ്ങൾക്കൊരു ഇലാഹിനെ ഉണ്ടാക്കിത്ത. ആ ചോദ്യമാണ് ഈ ചോദ്യം. അവർക്ക് ഒരു ദാത്ത് അൻവാത്തുള്ളത് പോലെ ഞങ്ങൾക്കും ഒരു ദാത്ത് അൻവാത്ത് വേണം റസൂലേ എന്ന ചോദ്യത്തെ എങ്ങനെയാണ് റസൂലുള്ളാഹി കണ്ടത്? ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. ബനൂ ഇസ്രായേൽ മൂസാ നബിയോട് പറഞ്ഞല്ലോ, കണ്ടോ മൂസ, അവർക്കൊക്കെ എത്ര ഇലാഹുകളാ, അവർക്കൊക്കെ ഇലാഹുകൾ ഉള്ള പോലെ ഞങ്ങൾക്കും ഒരു ഇലാഹിനെ വേണം, ആരാധിക്കാൻ, പൂജിക്കാൻ ഒരു അള്ളാഹുവിന് പുറമെ കാണുന്ന ഒരു ഇലാഹിനെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്ന് മൂസാ നബി അലൈഹി സ്വലാമയുടെ ജനത പറഞ്ഞ ആ പറച്ചിലാണ് ഈ ദാത്തു അൻവാത്ത് ചോദിച്ച ചോദ്യത്തിന്റെ ആകെത്തുക എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ട് വല്ലദീ നഫ്സി ബിയദിഹി, അവിടുന്ന് സത്യം ചെയ്തു പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ലതർകബുന്ന സുന്നത മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളുടെ സുന്നത്ത്, അവരുടെ നടപടിക്രമം നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ആരാ മുൻഗാമികൾ? യഹൂദന്മാർ. അൽ യഹൂദ വൻ നസാറ, യഹൂദന്മാരും നസാറാക്കളും. ആ യഹൂദന്മാരുടെ സുന്നത്ത്, നടപടിക്രമം അത് നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാം തിർമിദി 2180 ഹദീസായിട്ട് രേഖപ്പെടുത്തി. അപ്പൊ ഇലാഹാക്കാൻ അധികം പണിയൊന്നുമില്ല. എനിക്ക് എന്റെ ആയുധത്തിന് ബർക്കത്ത് കിട്ടാൻ ഒരു മരം ഉണ്ടാകുന്നത് ഞാൻ സങ്കല്പിച്ചാൽ മതി.
എന്റെ പേന അല്ലെ, ഇപ്പൊ കാണാൻ നമ്മളെ കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോ ഏതെങ്കിലും ജാറങ്ങളിൽ നിന്ന് ചില പേന കൊടുത്തിട്ട് അവിടുത്തെ ആള് ആ പേന അങ്ങനെ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയിട്ട് കുറെ കാട്ടിക്കൂട്ടും. ആ പേന കൊണ്ടുപോയിട്ട് എക്സാം എഴുതിയാൽ നല്ല ബർക്കത്തുണ്ടാവും എന്നാ വിചാരിക്കണം, നല്ല ബർക്കത്തുണ്ടാവും എന്നാ വിചാരിക്കും. ഇത് ഏത് പണിയാ? ഈ പണീന് എന്താ പറയാ? ഈ പണിയാണ് ഏത് സഹാബികൾ ചോദിച്ച പണി ഏതാ? ഇജ്അൽ ലനാ ദാതു അൻവാത്തിൻ കമാ ലഹും ദാതു അൻവാത്ത്. അല്ലാഹുവിന്റെ റസൂലേ, അവർക്കൊരു ദാത്ത് അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും വേണം ഒരു ദാത്ത് അൻവാത്ത്. മൂസാന്റെ ജനത പറഞ്ഞ മറുപടി ഇജ്അൽ ലനാ ഇലാഹൻ. അല്ലാഹു മൂസയോട് പറയാ, മൂസ ഇജ്അൽ ലനാ, ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരൂ ഇലാഹൻ, ഒരു ഇലാഹിനെ, കമാ ലഹും ആലിഹ, അവർക്ക് ഇലാഹുകൾ ഉള്ള പോലെ ഞങ്ങൾക്കൊരു ഇലാഹിനെ ഉണ്ടാക്കിത്താ. ഈ ചോദ്യമാണ്. ഇതെന്താ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അദൃശ്യമായ മാർഗത്തിലാണ് അവിടെ ബർക്കത്ത് പ്രതീക്ഷിച്ചത്. മരത്തിൽ നിന്ന് എങ്ങനെ ബർക്കത്ത് വരാം? മരത്തിൽ നിന്ന് എങ്ങനെ ബർക്കത്ത് ഉണ്ടാവാം? അത് മനുഷ്യന് മനസ്സിലാവൂല. അത് എങ്ങനെ ലഭിക്കുന്നു അറിയില്ല. ആ ബർക്കത്തിന്റെ കാരണം എന്താ അറിയില്ല. അതെങ്ങനെ സംഭവിക്കുന്നു അറിയില്ല. ഇങ്ങനെ അറിയില്ല എന്ന ഉത്തരം കിട്ടുന്ന ബർക്കത്ത് പ്രതീക്ഷകൾ മുഴുവൻ ശിർക്കാണ്. അള്ളയും റസൂലും പഠിപ്പിച്ചത് ഒഴികെ ബാക്കി ഒന്നും നമുക്ക് സങ്കല്പിക്കാൻ പറ്റൂല. അള്ളാഹും റസൂലും ഒരു കാര്യത്തിൽ ബർക്കത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഈമാനാണ്. അത് വിശ്വസിച്ചേ പറ്റൂ. എന്നാൽ അള്ളാഹുവും റസൂലും ബർക്കത്ത് കൽപ്പിക്കാത്ത ഒരു കാര്യത്തെ നമ്മൾ സ്വയം ബർക്കത്ത് കൽപ്പിച്ചാൽ അതിലൂടെ എനിക്ക് എന്റെ ജീവിതത്തിന്റെ ബർക്കത്ത് ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ ശിർക്കാണത്. ഒരു ഇലാഹിനെ ഉണ്ടാക്കലാണ്. അതുകൊണ്ടാണ് തമീമത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഏതാ ഐക്കല്ല് ഏലസ് എന്നൊക്കെ പറയുമല്ലോ, അത് കെട്ടുന്നതിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞെന്താ? ശിർക്കാണെന്നാണ്. അത് ശിർക്കാണ്. എന്തുകൊണ്ട് ശിർക്കായി? എങ്ങനെയാണ് അവന് ആ ഏലസ് കെട്ടിയത് കൊണ്ട്, ഐക്കല്ല് കെട്ടിയത് കൊണ്ട് അവന്റെ രോഗം മാറുന്നത്? എങ്ങനെ? അവന് വിശദീകരിക്കാൻ പറ്റിയൊരു മാർഗമുണ്ടോ? ഹിസ്സിയായ മാർഗമുണ്ടോ? ഇല്ല, ഹിസ്സിയായ മാർഗമില്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അവന് വിശദീകരിക്കാൻ കഴിയില്ല. പിന്നെ വിശ്വാസമാണ് ബാക്കി. വിശ്വാസാണ്. അള്ളാഹ്ക്ക് പുറമെ ആരോട് നമ്മൾ സമർപ്പിച്ചാലും ദുആ തേടിയാലും സഹായം തേടിയാലും അതിന്റെ അർത്ഥം എന്താ? ആ സഹായം എങ്ങനെ കേൾക്കുന്നു നമുക്കറിയോ? അറിയില്ല. ആ സഹായം എങ്ങനെ ഉത്തരം ചെയ്യപ്പെടുന്നു നമുക്കറിയുമോ? അറിയില്ല. അത് തന്നെയാണ് ശിർക്കിന്റെ ലക്ഷണം. എങ്ങനെയാണ് മനുഷ്യന് ഉത്തരം ലഭിക്കുക എന്ന് അവന് പറയാൻ പറ്റാത്ത മാർഗത്തിൽ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അവന് അനുഭവിച്ചറിയാൻ പറ്റാത്ത മാർഗത്തിൽ എനിക്ക് ഉത്തരം കിട്ടും എന്ന വിശ്വാസം ആർക്കുണ്ടോ, ഏത് വസ്തുവിനോടുണ്ടോ, ഗൈബിയായ മാർഗത്തിൽ മറഞ്ഞ വഴിക്ക് എനിക്ക് ഉത്തരം കിട്ടുന്ന വസ്തുക്കൾ, ഞാൻ ചോദിച്ച എനിക്ക് കിട്ടുന്ന വസ്തുക്കൾ എന്ന് സങ്കല്പിച്ചാൽ ഇലാഹായി. അത് ഇലാഹായി. അതിന് ഞാൻ ഇലാഹാണെന്ന് അംഗീകരിച്ചാലും ശരി, അംഗീകരിച്ചില്ലെങ്കിലും ശരി. മക്കാ മുശ്രിക്കുകളൊക്കെ ഇലാഹെന്ന് അംഗീകരിച്ചിരുന്നു. കാരണം എന്താ? അവർക്കറിയാം എങ്ങനെയാണ് ഒരു വസ്തു ഇലാഹാവാന്ന്, ദൈവാവാന്ന് പറഞ്ഞാൽ അവർക്കറിയാം എങ്ങനെയാണെന്ന് അവർക്കറിയാം. കാരണം എന്താ? ഇത് സമർപ്പിച്ചാൽ മതി. മറഞ്ഞ വഴിക്ക് ഗൈബിയായ വഴി, ഗൈബ് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. ഗൈബ് എന്ന് തന്നെ നമ്മൾ പഠിക്കണം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. എന്താ ഗൈബിൽ വിശ്വസിക്കുക? നമ്മൾ ആലോചിക്കുക, എന്താ ഗൈബിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം. ഗൈബിൽ വിശ്വസിക്കുക എന്നത് പറഞ്ഞാൽ എന്താ? ഗൈബ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്റെ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറമുള്ള കാര്യങ്ങളാണ് ഗൈബ് എന്ന് പറയാ. എന്റെ ബുദ്ധി കൊണ്ടോ എന്റെ യുക്തി കൊണ്ടോ എനിക്ക് ഒരു വസ്തുവെ നിരീക്ഷിക്കുന്നതിനോ പരീക്ഷിക്കുന്നതിനോ അതിന് ഗവേഷണം ചെയ്യുന്നതിനോ നിരൂപണം ചെയ്യുന്നതിനോ അള്ളാഹു മാനദണ്ഡമാക്കിയ ലോകത്തിന്റെ അപ്പുറം ഉള്ള വസ്തു, അപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ ഗൈബാണ്. അതൊക്കെ എന്റെ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറം, എന്റെ കാര്യകാരണ ബന്ധത്തിന്റെ അപ്പുറം. അവയൊക്കെ അവയുടെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാകാം. അതാണ് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കേണ്ടത്. അവയൊക്കെ അവയുടെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാണ്, പക്ഷെ എന്റെ കാര്യകാരണ ബന്ധത്തിന്റെ പുറത്താണ്. എന്റെ കാര്യകാരണ ബന്ധത്തിന്റെ പുറത്തായ വസ്തുക്കൾ എനിക്ക് ഗൈബായിരിക്കും. എനിക്ക് കാണാൻ കഴിയുന്ന, എനിക്ക് മണക്കാൻ കഴിയുന്ന, എനിക്ക് രുചിക്കാൻ കഴിയുന്ന, എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒക്കെ എനിക്ക് ഗൈബല്ല.
എന്റെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിലാണ്. എനിക്ക് ചോദിക്കാം, എനിക്ക് അവയുമായിട്ട് ബന്ധപ്പെടാം, എനിക്ക് അവയുമായിട്ട് അള്ളാഹു അനുവദിച്ച എല്ലാ റൂട്ടിലും അവയുമായിട്ട് അള്ളാഹ് അനുവദിച്ച രൂപത്തിൽ എനിക്ക് അവയുമായിട്ട് എല്ലാ ബന്ധങ്ങളും ഉണ്ടാക്കാം. ഏത്? എനിക്ക് ഗൈബല്ലാത്ത സൃഷ്ടികളോട്, എനിക്ക് ഗൈബല്ലാത്ത പിന്നെ ശക്തികളോട് എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് കോണ്ടാക്ട് ചെയ്യാം. പക്ഷെ എനിക്ക് ഗൈബിയായ ഒരു വസ്തു എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എന്റെ കാര്യകാരണ ബന്ധത്തിന്റെ പുറത്താണ്. അതുകൊണ്ടാണ് അത് ഗൈബായത്. ശരിക്കും നമ്മൾ പഠിച്ചു വെച്ച ഒരു വസ്തു ഗൈബ് എന്ന് പറഞ്ഞ എന്താണ്? അതിവിടെ ഉണ്ട്, ആ വസ്തു ഇവിടെ ഉണ്ട്, റൂഹ് ഇവിടെ ഉണ്ട്. മരണപ്പെട്ട അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ റൂഹ് ഈ ഭൂമിയിലുണ്ട്. അത് പിന്നെ ബർസഖിയായ ലോകത്തുണ്ട്. അത് അന്ത്യവിശ്രമം കൊള്ളാണ്. അല്ലാതെ മനുഷ്യൻ മരിക്കുന്നതോടുകൂടെ റൂഹ് നശിച്ചു പോണില്ല. അതിവിടെ ഉണ്ട്. പക്ഷേ ആ റൂഹ് എന്റെ ലോകത്തല്ല, ആലമു ഷഹാദയിലല്ല. ആലമു ഷഹാദയിലല്ലാത്ത ഒന്ന് അതെവിടായിരിക്കും? ആലമുൽ ഗൈബാണ്. രണ്ട് ലോകമാണല്ലോ അല്ലാഹ് പഠിപ്പിച്ചത്, ആലമു ഷഹാദ, ആലമുൽ ഗൈബ്. ആലമു ഷഹാദയിലല്ലാത്ത ഒന്നിനോട്, ഒരു വസ്തുവിനോട് എന്റെ ആവലാതി ഞാൻ ബോധിപ്പിച്ചിട്ട്, ആലമു ഷഹാദയിലല്ലാത്ത, ശരിക്കും നിങ്ങൾ പഠിച്ചു വെച്ചോ, ആലമു ഷഹാദയിലല്ലാത്ത ഒരു വസ്തുവിനോട്, ഒരു പിന്നെ സൃഷ്ടിയോട് എന്റെ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഞാൻ സമീപിച്ചാൽ ഞാൻ അതിനെ ഇലാഹാക്കി. ഞാൻ ഇലാഹെന്ന് വിളിക്കണ്ട, അത് ഇലാഹായി. അങ്ങനെ ഒരു ഇലാഹ് എന്റെ ജീവിതത്തിൽ വന്നാൽ, നമ്മള് മുശ്രിക്കുകളെ പോലെ അത് ഞങ്ങളെ ഇലാഹാണ് എന്ന് പറയാത്തോണ്ട് നമ്മൾ വിചാരിക്കുക നമ്മൾ ഒന്നിനെ ഇലാഹാക്കിയിട്ടില്ല എന്ന്. നമ്മളൊന്നിനെ ഇലാഹാക്കിയിട്ടില്ല നമ്മൾ വിചാരിക്കണത്. നോക്കൂ, ജീവിതത്തിൽ ഒരുപാട് ഇലാഹുകളെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു, ഒരുപാട് ഇലാഹുകളെ. എന്റെ രോഗം മാറാൻ ജാറത്തിൽ നിന്ന് കൊണ്ടുവന്ന നൈവേദ്യങ്ങൾ. മുസ്ലിങ്ങളാവുമ്പോൾ നൈവേദ്യം എന്നറിയും. നമ്മളെന്താ? നമ്മൾ വേറെ പേര് പറയും അതിന്, അല്ലേ? സംഗതി ഒന്ന് തന്നെ. അതിന് ബർക്കത്തുണ്ട്. അവിടുത്തെ എണ്ണ, അവിടുത്തെ വെള്ളം, അവിടുന്ന് മന്ത്രി ചോദിയത് ഇതെന്താണ്? ഇത് എന്റെ രോഗം മാറ്റും. ഇതെങ്ങനെ രോഗം മാറ്റണത്? അത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതാണ്, എനിക്കറിയില്ല. ഞാനൊരു മരുന്ന് കഴിക്കാണ്, എന്റെ പനി മാറാൻ ഞാൻ ഒരു പെനഡോൾ കഴിക്കാണ്. ഇതെങ്ങനെ മരുന്ന് അസുഖം മാറ്റുന്നു? കൃത്യമായിട്ട് വിശദീകരിക്കാൻ എനിക്ക് പറ്റും. അറിവുള്ള ആർക്കും വിശദീകരിക്കാൻ പറ്റും ഈ മരുന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു. കാരണം എന്താ? അത് ഹെസ്സിന്റെ അകത്താണ്, പഞ്ചേന്ദ്രിയങ്ങൾക്കകത്താണ്, ഹെസ്സിയായ ഇൽമിന്റെ അകത്താണ്. എനിക്ക് വിശദീകരിക്കാൻ പറ്റും. പക്ഷേ ഒരു ജാറത്തിലെ വെള്ളം, ഒരു മഖബറയിലെ മന്ത്രിച്ച വെള്ളം, അത് എങ്ങനെ എന്റെ രോഗം പരിഹരിക്കുന്നു? ആർക്കാ വിശദീകരിക്കാൻ പറ്റുക? അത് ഇങ്ങനെ പ്രവർത്തിക്കുന്നു. അതിലുള്ള പിന്നെ മൂലകങ്ങൾ ഇന്നതാണ്, ആ മൂലകങ്ങൾ ശരീരത്തിൽ ഇങ്ങനെ പ്രവർത്തനം ഉണ്ടാക്കും. ഇങ്ങനെ പറയാൻ പറ്റൂല. അവിടെ എന്താ ഉള്ളത്? അവിടെ വിശ്വാസമാണ്. ഇലാഹാക്കി, അള്ളാഹ്ക്ക് പുറമെ ഇലാഹാക്കി. വലിയ പണിയില്ല. അങ്ങനെ ഇലാഹാക്കിയാലത്തെ അവസ്ഥ എന്താ? ഒന്നും വേണ്ട. നമ്മൾ മനസ്സിലാക്കിയ ഗൈബിയായ മാർഗത്തിൽ ഇനി ഗൈബിനെ വ്യാഖ്യാനിച്ച് അവസാനം എന്താവും? എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഇലാഹല്ലാത്ത ഒഴിഞ്ഞു കിട്ടുന്ന രൂപത്തിലെ വ്യാഖ്യാനാവും. അതപ്പോ നടക്കുന്നത്. ഗൈബ് എന്നെ സംബന്ധിച്ച് ഗൈബ് അത്ര പറഞ്ഞാൽ മതി. ഇനി ഗൈബിന് എന്തൊക്കെ അർത്ഥമുണ്ട്? ഗൈബിനെ എങ്ങനെയൊക്കെ മലയാളത്തിൽ വ്യാഖ്യാനിക്കുക, ഗൈബിനെ ഏതൊക്കെ ഭാഷാപരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഇതൊന്നും നോക്കണ്ട. എന്നെ സംബന്ധിച്ച് ഗൈബാണോ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. ഏതൊക്കെയാണ് ഗൈബ്? അതൊക്കെ ലിസ്റ്റ് ഇട്ടോ. അതിന് ഇനി വേറെ വ്യാഖ്യാനമൊന്നും വേണ്ട. എനിക്ക് ഗൈബായ വസ്തുക്കൾ, അവയിൽ നിന്ന് ഞാൻ അവയോട് ചോദിച്ച് എന്റെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തെ പരിഹരിക്കുക, അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയാ. ആ പ്രാർത്ഥന സമർപ്പിക്കപ്പെട്ടാൽ അദ്ദുആ ഹുവൽ ഇബാദ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു, അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്, ആരാധന. ഇബാദത്ത് കൊടുക്കുന്ന വസ്തുവിനാണ് ഇലാഹ് എന്ന് പറയാം. ഇബാദത്ത് സമർപ്പിക്കപ്പെട്ട വസ്തുവിനെയാണ് ഇലാഹ് എന്ന് പറയാം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ദുആയാണ്. ദുആ എന്ന് പറഞ്ഞാൽ എന്താ? ദുആ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഗൈബിയായ വസ്തുക്കൾ, ഗൈബിയായ ശക്തികൾ, ഗൈബിയായ സൃഷ്ടികൾ, ഇവയിൽ നിന്ന് ഞാൻ അവയോട് സമർപ്പിച്ചുകൊണ്ട് എന്റെ ഒരു പ്രശ്നത്തെ സമർപ്പിച്ചുകൊണ്ട് പരിഹാരം പ്രതീക്ഷിക്കാം.
അതിന് അദൃശ്യമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷം ഭയപ്പെട്ടുകൊണ്ടോ മനുഷ്യൻ സമർപ്പിക്കുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അതാണ് പ്രാർത്ഥന. അങ്ങനെ ഒരു പ്രാർത്ഥന വന്നാൽ അത് ശിർക്ക് വന്നു. ആ ശിർക്ക് വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, സൂറത്ത് അൻആം 83-ാമത്തെ ആയത്തൊട്ട് നിങ്ങൾ നോക്കണം. സൂറത്ത് അൻആം 83-ാമത്തെ ആയത്ത് തൊട്ട് അള്ളാഹു ഇങ്ങനെ കുറെ നബിമാരെ പേരിങ്ങനെ എണ്ണി പറയാ. 18ഓളം നബിമാരെ അവിടെ അല്ല എണ്ണി പറഞ്ഞു. 18 നബിമാരെ. ആരൊക്കെയാണ്? നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി, സുലൈമാൻ നബി, പിന്നെ അയ്യൂബ് നബി, യൂസുഫ് നബി, മൂസ നബി, ഹാറൂൻ നബി, സക്കരിയ നബി, യഹ്യ നബി, ഈസ നബി, ഇല്യാസ് നബി, അൽയസ നബി, യൂനുസ് നബി, ലൂത്ത് നബി. ഇത്ര നബിമാരെണ്ണി. ഇത്ര നബിമാരെ പേര് എണ്ണിട്ട് അല്ലാഹു പറയാ, വകുല്ലൻ ഫദ്ദൽനാ അലൽ ആലമീൻ. വകുല്ലൻ, അവരെയെല്ലാം, ഫദ്ദൽന, നാം ഇതാ പിന്നെ അവരെ എല്ലാം, ഫദ്ദൽന, അവർക്ക് നാം പിന്നെ പ്രാധാന്യം നൽകിയിരിക്കുന്നു, ഫദ്ല് നൽകിയിരിക്കുന്നു, ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അലൽ ആലമീൻ, ലോകരെക്കാൾ, ലോകരിൽ, മനുഷ്യരിൽ വെച്ച് അവർക്ക് അല്ലാഹു എന്ത് ചെയ്തിരിക്കുന്നു? ആദരവ് നൽകിയിരിക്കുന്നു. വമിൻ ആബാഇഹിം, അവരുടെ പിതാക്കന്മാരിൽ നിന്നും, വദുരിയാതിഹിം, അവരുടെ മക്കളിൽ നിന്നും, വഇഖ്വാനിഹിം, അവരുടെ സഹോദരന്മാരിൽ നിന്നും, വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൽ മുസ്തഖീം, നാം സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴിയും തെളിവും തെളിയിക്കലും നടത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അല്ലാഹ് പറയാണ്, ദാലിക ഹുദല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ഹുദയാണ്, മാർഗദർശനമാണ്. യഹ്ദീ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ ഹിദായത്ത്, നേർമാർഗം അവൻ കൊടുക്കും. ഈ 18 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ട് എന്നിട്ട് അല്ലാഹു അവസാനിപ്പിച്ച് എങ്ങനെയാണെന്നറിയോ? വലൗ അശ്റകൂ, അവരെങ്ങാനും ശിർക്ക് ചെയ്തിരുന്നെങ്കിൽ. നൂഹ് നബി അലൈഹിസ്സലാം മുതൽ 18 പ്രവാചകന്മാരുടെ പേര് എണ്ണി പറഞ്ഞിട്ട്, അവരുടെ ഫള് പറഞ്ഞിട്ട്, അവരുടെ കുടുംബത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞിട്ട്, അവരെ ലോകരിൽ അള്ളാഹു ശ്രേഷ്ഠമാക്കിയത് പറഞ്ഞിട്ട് അല്ലാഹു പറയാ, വലൗ അശ്റകൂ, അവരെങ്ങാനും ശിർക്ക് ചെയ്താൽ, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചത് മുഴുവൻ അല്ലാഹു പൊളിച്ചു കളയും. ഹബിത, ഹബിത, ഞാൻ പറഞ്ഞു, പലപ്പോഴും പറഞ്ഞു, ഹബിത എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു വെറുതെ ഇങ്ങനെ പൊളിഞ്ഞു പോണേ. നമ്മൾ മലയാളത്തിൽ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാ, പൊളിഞ്ഞു. ലയഹ്ബതന്ന അമലുക് എന്ന് പറഞ്ഞല്ലോ നബിനോട്. ശിർക്കിനെ പറ്റി പറഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ ഖുർആൻ പറഞ്ഞല്ലോ, ലയഹ്ബതന്ന അമലുക്, നീ എങ്ങാനും ലഇൻ അശ്റക്ത, നീ എങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക്, റസൂലുള്ളാഹിയോട് പറഞ്ഞതാ ഖുർആൻ. ഇത് 18 നബിമാരോട് പറഞ്ഞതാ. ആ ഹബിത എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന്റെ അടിത്തറ പൊളിച്ചിട്ട് അങ്ങനെ ആ വസ്തു കൂപ്പുകുത്തി വീണ് തകർന്ന് പൊളിഞ്ഞു പോവാ. ഇതിനാണ് ഹബിത്ത എന്ന് പറയാ. ഇങ്ങനെ ഒരു പദം മലയാളത്തിലില്ല. ഹബിത്തനെ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പദം മലയാളത്തിലില്ല. ഉള്ളത് പൊളിഞ്ഞു എന്ന് പറയാല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി അതിനോട് ചേർന്ന അർത്ഥം പൊളിഞ്ഞു. അങ്ങനെ ഉണ്ട് ഒരു പദം. ഒരു വസ്തുവിന്റെ അടിത്തറ ഇങ്ങനെ തകർത്തിട്ട് അടിത്തറ പൊളിഞ്ഞത് കൊണ്ട് ആ വസ്തു മൊത്തം നിലത്ത് വീണ് തകർന്നു പോവാ. ഇങ്ങനൊരു വാക്കുണ്ടോ? ഒറ്റ വാക്കിൽ പറയാൻ പറ്റിയ മലയാളത്തിലുണ്ടോ? അറബിയിലുണ്ട് ഹബിത്ത. ഹബിത്ത അതാ അല്ലാഹു പ്രയോഗിച്ചത്. അതാണ് അല്ലാഹു പ്രയോഗിച്ചത്. ലയഹ്ബതന്ന അമലുക് എന്ന് റസൂലുള്ളാഹിനെ പറ്റി വിളിച്ചപ്പോ അല്ലാഹു പറഞ്ഞു, ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ 18 നബിമാരെ പേര് പറഞ്ഞിട്ട് അല്ലാഹു പറയാ, ഇവർക്ക് ശിർക്ക് ചെയ്താൽ അവരെല്ലാം അല്ലാഹു പൊളിക്കും. ഇനി നമുക്ക് വല്ലതുണ്ടോ? ഇനി നമുക്ക് വല്ലതുമുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. തൗഹീദിന് തെറ്റിയാലും, തൗഹീദിൽ ഒരു ചെറിയ വിള്ളല് വന്നാല്, തൗഹീദിന് നിരക്കാത്ത ഒരു വിശ്വാസമോ ഒരു ആശയമോ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ലയഹ്ബതന്ന അമലുക്, അവന്റെ എല്ലാ അമലും പൊളിഞ്ഞു. കാരണം എന്താ? അവനൊരു ഇലാഹ് ഉണ്ടായി കഴിഞ്ഞു. ഇലാഹ് ഉണ്ടായി കഴിഞ്ഞു. ഗൈബിയായ മാർഗത്തിൽ അവന് പിന്നെ സഹായം ചെയ്തു കൊടുക്കുന്ന, അവന് ഉത്തരം ചെയ്യുന്ന ഒരു പടപ്പുണ്ടെന്ന് അവന് വിചാരിച്ചാൽ ആ പടപ്പനാണ് അവന്റെ ഇലാഹ്.
ആ പടപ്പാണ് അവന്റെ ഇലാഹ. അതിനവൻ ഇലാഹെന്ന് പേരിട്ടോട്ടെ, അത് ഇലാഹല്ല എന്ന് പേരിട്ടോട്ടെ. എന്ത് ചെയ്താലും ആ സംഭവം നടന്നു കഴിഞ്ഞാൽ അവന് ഒരു രക്ഷയില്ല. അങ്ങനെ തൗഹീദിൽ വിള്ളല് വന്ന ഒരുത്തന് അള്ളാഹു ഒരിക്കലും രക്ഷ കൊടുക്കൂല, ഒരിക്കലും രക്ഷ കൊടുക്കില്ല. കാരണം ഹദീസുകൾ അത് വ്യക്തമായി പറഞ്ഞു. ഖുർആൻ ഹബിത എന്ന പദം കൊണ്ട് നമുക്കത് അറിയിച്ചു. അത് അറിയിച്ചെന്ന് എത്രത്തോളം ശിർക്കുണ്ട് വന്ന തൗഹീദ് പൊളിഞ്ഞാൽ പിന്നെ ഒരു അമലും കിട്ടൂല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മൾ അറിയിച്ചു. അന്നൽ ആസിബിൻ വാഇൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നദറ ഫീ ജാഹിലിയ്യ, അദ്ദേഹം ജാഹിലിയത്തിൽ ഒരു നേർച്ച നേറ്റിരുന്നു. അൻ യൻഹറ മിഅത ബദനതൻ, 100 ഒട്ടകങ്ങൾ അറുത്തു കൊടുക്കാം. 100 ഒട്ടകങ്ങൾ അറുത്തു കൊടുക്കുന്ന ദാനം ചെയ്യുന്ന ഒരു വലിയ നേർച്ച അദ്ദേഹം നേറ്റു. വഅന്ന ഹിശാം ഇബ്നുൽ ആസ്, അദ്ദേഹത്തിന്റെ മകൻ ഹിശാം നഹറ ഹിസ്സതഹു 50 ബദന, അദ്ദേഹത്തിന്റെ ഓഹരിയായ ഒരു മകൻ അദ്ദേഹത്തിന്റെ ഓഹരിയായ 50 ഒട്ടകങ്ങൾ അറുത്തു കൊടുത്തു. പാപ്പാന്റെ നേർച്ച പൂർത്തിയാക്കിയതാ. വഅന്ന അംർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ ദാലിക്, ഇതിനെപ്പറ്റി നബിയോട് ചോദിക്ക. വാപ്പയും മക്കളും കൂടെ നേർച്ചയാക്കിയതാ. വാപ്പ നേർച്ചയാക്കി, മക്കള് അതിന്റെ ഓഹരി പിന്നെ എന്ത് ചെയ്യാണ്, വാപ്പാന്റെ നേർച്ച പൂർത്തീകരിച്ച് പാവപ്പെട്ടവർ കൊടുക്കുക. അപ്പൊ അതിനെപ്പറ്റി അംർ റളിയല്ലാഹു റസൂലുള്ളാഹിനോട് ചോദിക്ക. ഫഖാൽ, നബിന്റെ മറുപടി, അമ്മ അബൂക, നിന്റെ വാപ്പ, നിശ്ചയമായിട്ട് നിന്റെ വാപ്പ, ഫലൗ കാന അഖറ ബിത്തൗഹീദ്, തൗഹീദിൽ ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ. നബി തൗഹീദ് എന്നാ പദം പ്രയോഗിച്ചത്. തൗഹീദ് എന്നുള്ള പദം തന്നെ റസൂലുള്ളാഹി പ്രയോഗിക്കുക. ഫലൗ കാന അഖറ ബിത്തൗഹീദ്, തൗഹീദിന് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, ഫസുംത വതസദ്ദഖ്ത അൻഹു, പിന്നെ നീ അദ്ദേഹത്തിന് വേണ്ടി നോമ്പ് നോറ്റാലും അദ്ദേഹത്തിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്താലും നഫഅഹു ദാലിക്, അദ്ദേഹത്തിന് അത് ഉപകാരപ്പെടും. എന്തുണ്ടെങ്കിലും ഉപകാരപ്പെടൂ. എന്റെ വാപ്പക്ക് വേണ്ടി ഞാനൊരു ഇസ്തിഗ്ഫാർ ചെയ്യണമെങ്കിൽ എന്റെ വാപ്പക്ക് തൗഹീദ് ഉണ്ടാവണം. ഞാൻ എന്റെ പിതാവിന് വേണ്ടി പാപമോചനം തേടിയിട്ട് എന്റെ പിതാവിന് അല്ലാഹ് പാപമോചനം കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് തൗഹീദ് ഉണ്ടാവണം. അദ്ദേഹത്തിന്റെ തൗഹീദിലൊരു വ്യതിയാനുണ്ടെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വാപ്പക്ക് ദുആ കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല അല്ലാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ, ആമിന ബീബിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ, ഇമാം മുസ്ലിം എടുത്ത് നോക്കിക്കോട്ടോ, സംശയമുള്ളവരെടുത്ത് നോക്കിക്കോ. ആമിന ബീബിയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു, അള്ളാഹ് അനുവദിച്ചു. ഇസ്തിഗ്ഫാർ ചെയ്യാൻ അനുവാദം ചോദിച്ചു, അള്ളാഹു തടഞ്ഞു. റസൂലുള്ളാഹി കരയാണ്. നബിമാരെ ഉമ്മക്കോ വാപ്പക്കോ തൗഹീദില്ലെങ്കിൽ നബിമാർക്ക് ദുആ ചെയ്യാൻ പാടില്ല. നബിമാരുടെ ദുആ അള്ളാഹ് തട്ടൂല. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യാൻ പാടില്ല. നബിമാർക്ക് എന്തെങ്കിലും ഒരു വിഷയം പ്രാർത്ഥിക്കണമെങ്കിൽ അള്ളാഹ് അനുവദിച്ചാലേ അവർ പ്രാർത്ഥിക്കുള്ളൂ. നമ്മളെപ്പോലെ എപ്പോഴും ഇങ്ങനെ പിന്നെ എല്ലാത്തിനും പ്രാർത്ഥിക്കാൻ ലൈസൻസ് അവർക്കില്ല. അവർ ചിലക്ക് ദുആ ചെയ്യാൻ പാടില്ലാത്ത സമയം ഉണ്ടാവും, ചില കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹിനോട് ആദ്യം അവർ ചോദിക്കും, റബ്ബേ ഞങ്ങൾ ഇത് ചോദിച്ചോട്ടെ. അപ്പൊ അള്ളാഹ് അനുമതി കൊടുക്കും. അപ്പോഴേ അവർ ചോദിക്കുള്ളൂ, അപ്പോഴേ അവർ ദുആ ചെയ്യുള്ളൂ. എല്ലാ കാര്യത്തിനുമല്ല, ചില കാര്യങ്ങൾക്ക് അവർക്ക് അനുമതി കിട്ടുമ്പോഴേ അവർ പ്രാർത്ഥിക്കുള്ളൂ. അങ്ങനെ അള്ളാഹിനോട് അനുമതി ചോദിച്ചു റസൂലുള്ളാഹ്. അതിൽ ഒന്ന് അനുവദിച്ചു, സിയാറത്ത് അനുവദിച്ചു, ദുആ ഇസ്തിഗ്ഫാർ അനുവദിച്ചില്ല. പിന്നെ എന്റെ വാപ്പക്ക് കിട്ടുമോ? അമ്പിയാക്കന്മാരുടെ പിതാക്കന്മാരെക്കാൾ ശ്രേഷ്ഠത എന്റെ വാപ്പക്ക് ഉണ്ടാവോ? എന്റെ ദുആ കൊണ്ട് ഉണ്ടാവും. എപ്പോഴാണ് ഉണ്ടാവുക? എന്റെ വാപ്പ അമ്മ അബൂക ഫലൗ കാന അഖറ ബിത്തൗഹീദ്, തൗഹീദിന്റെ വിടാതെ അതിനോട് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ, ഫസുംത വസദ്ദഖ്ത അൻഹു, നീ അവന് വേണ്ടി, ആ പിതാവിന് വേണ്ടി നീ നോമ്പ് നോറ്റാലും നീ സ്വതക്ക കൊടുത്താലും നഫഅഹു ദാലിക്, അത് അവന് ഉപകാരപ്പെടും, വാപ്പക്ക്. ഇനിയോ എന്റെ വാപ്പാന്റെ ജീവിതത്തിൽ ഗൈബിയായ മാർഗത്തിൽ അള്ളാഹുവിന് പുറമേ എന്റെ ആവലാദികൾ, എന്റെ ചോദ്യങ്ങൾ, അതിന് ഉത്തരം ചെയ്യാൻ കഴിവുള്ള
ഒരു സൃഷ്ടിയെ അദ്ദേഹം സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദുനിയാവിൽ ഞാൻ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല, അദ്ദേഹത്തിന് കിട്ടൂല. അത് നമ്മൾ ഇലാഹാക്ക എന്ന് പറഞ്ഞാൽ അതാണ് പണി. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. ഗൈബിയായ മാർഗത്തിൽ ഉത്തരം കിട്ടുന്നവരുണ്ടോ ഇല്ലേ നമ്മൾ നോക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പടച്ചവൻ മാത്രമായിരിക്കണം നമുക്ക് ഇലാഹായിട്ടുണ്ടാവേണ്ടത്. അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആളുകൾക്ക് ഒരു ബേജാറുമില്ല. കാരണം എന്താ? ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ വലിയ എന്തോ ഒരു പരിപാടിയാണ്, വലിയ എന്തോ ഒരു പരിശ്രമമാണ്. പടച്ചവന് പുറമെ വേറെ ഇലാഹിനെ ഉണ്ടാക്കുക എന്ന് നമ്മൾ വിചാരിച്ചത് കൊണ്ടാണ് അള്ളാഹ്ക്ക് പുറമെ എനിക്കൊരു ഇലാഹുമില്ല എന്ന് ഞാൻ സമാധാനപൂർണമായി ഇരിക്കുന്നത്. പക്ഷെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. അദൃശ്യമായ മാർഗത്തിൽ എൻ്റെ രോഗം മാറ്റുന്ന, അദൃശ്യമായ മാർഗത്തിൽ എൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാക്കുന്ന, അദൃശ്യമായ മാർഗത്തിൽ എൻ്റെ വേദനകൾ പരിഹരിക്കുന്ന, അദൃശ്യമായ മാർഗത്തിൽ എനിക്ക് ലാഭമുണ്ടാക്കി തരുന്ന, അദൃശ്യമായ മാർഗത്തിൽ എനിക്ക് ബർക്കത്ത് ഉണ്ടാക്കി തരുന്ന ഒരു സൃഷ്ടിയുണ്ട് എന്ന് ഞാൻ വിചാരിച്ചാൽ ഇലാഹായി. പിന്നെ അതിനെ ഞാൻ ഷേഖെന്നോ റൂഹെന്നോ വേറെ എന്ത് പേരിട്ട് വിളിച്ചിട്ടും കാര്യമില്ല. ഇലാഹായി, അത് ഇലാഹായി. പടച്ചവന് പുറമെ ഒന്നിനോടും നീ വിളിച്ച് തേടരുത്. നിനക്കൊരു ഉപദ്രവം വരുത്താത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയാ വിഗ്രഹാണ്. വിഗ്രഹത്തിനെ പറ്റിയിട്ടാണോ പറഞ്ഞത്? പടച്ചവന് പുറമെ അദൃശ്യമാർഗത്തിൽ എനിക്ക് ഉപകാരം ചെയ്യുന്ന, ഉപദ്രവം വരുത്തുന്ന ഒരു സാധനം ഇല്ല എന്ന് ഞാൻ വിചാരിക്കണം. മനസ്സിലായോ? വിചാരിക്കണം. അപ്പൊ ആളുകൾ ചോദിക്കും, മലക്കുകൾ സഹായിക്കുന്നതോ? മലക്കുകൾ വിശ്വാസികളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞ് എതിരാവോ? എതിരാവില്ല. മലക്കുകൾ വിശ്വാസികളെ സഹായിക്കുന്നത് എന്തുകൊണ്ടാ? അള്ളാഹു സുബ്ഹാനഹു വ തആല നടപടിക്രമമാണ്. ആത്യന്തികമായി അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹിന്റെ സഹായം വിശ്വാസികൾക്ക് കിട്ടുക വിവിധ രൂപത്തിലും. അത് ഗൈബിയായിട്ടുള്ള മാർഗത്തിലൂടാകും, അത് പിന്നെ ഷഹാദയായിട്ടുള്ള മാർഗത്തിലൂടാകും. പക്ഷേ ആ സഹായത്തിന് നമ്മൾ അങ്ങോട്ട് സമീപിക്കാൻ പറ്റുമോ? അവിടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മലക്കുകൾ എന്നെ സഹായിക്കും. അപ്പൊ മഴ പെയ്ക്കുന്നതാരാ? മീകായിലാണ്. റൂഹ് എടുക്കുന്നതാരാ? മലക്കുൽ മൗത്താണ്. ഓരോ മലക്കുകൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മലക്കുകളുണ്ട്. ഹഫളത്തിന്റെ മലക്ക്, എന്റെ പിന്നെ ഉറക്കത്തിൽ എനിക്ക് ഉപദ്രവങ്ങളില്ലാതിരിക്കാൻ എന്നെ കാത്തു സൂക്ഷിക്കുന്ന മലക്കുകൾ. അങ്ങനെ ഓരോ മലക്കുകളുണ്ട്. ബർക്കത്തിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ. അവരോടൊക്കെ ഞാൻ എനിക്ക് റഹ്മത്ത് തായോ, ഹഫളത്തിന്റെ മലക്കിനോട് എന്നെ നന്നായി സംരക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എന്തായി? ഇലാഹായി. എന്നാ ഹഫളത്തിന്റെ ഒരു മലക്കുണ്ട് എന്നും ആ ഹഫളത്തിന്റെ മലക്കിലൂടെ അള്ളാഹു എനിക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചാലോ ഈമാനായി. അത് ഈമാനായി. തിരിച്ച് വിചാരിച്ചാലോ ഏതായാലും ഹഫളത്തിന്റെ മലക്കുണ്ടല്ലോ, എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന മലക്കല്ലേ, ഞാൻ ആ മലക്കിനോട് ഒരു പ്രൊട്ടക്ഷൻ ചോദിച്ചാലോ ഇലാഹായി. അത് ഇലാഹായി. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കോ. അതുകൊണ്ടാണ് ഖുർആൻ എവിടെയും വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നിനക്ക് ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത ഒന്നിനോടും, പടച്ചവന് പുറമുള്ള ഒന്നിനോടും നീ തേടരുതെന്ന് പറഞ്ഞാൽ നിന്റെ തേട്ടനുസരിച്ചിട്ട് നിനക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ പടച്ചവന് പുറമെ ഒന്നും ഇവിടെ ഇല്ല. നിന്റെ തേട്ടനുസരിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. നിന്റെ തേട്ടം കേട്ടിട്ട് നിനക്ക് ഉത്തരം ചെയ്യാൻ അദൃശ്യമായ മാർഗത്തിൽ അള്ളയല്ലാതെ ഒരാൾ ഇല്ല എന്ന് നീ വിശ്വസിക്കണം. അത് നിന്റെ ഈമാനായിരിക്കണം. ഫഇൻ ഫഅൽത, അതല്ലാത്തത് നീ പ്രവർത്തിച്ചാൽ ഫഇന്നക ഇദം മിനൽ ളാലിമീൻ, നീ ളാലിമീങ്ങളിൽപ്പെട്ടവനാണ്, വഴി പഴച്ചവരിൽപ്പെട്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കുക, തൗഹീദിൽ ഒരു വീഴ്ചയും ഇല്ലാതിരിക്കുക.
ആ ഗൈബിയായ മാർഗത്തിൽ എൻ്റെ തേട്ടങ്ങൾക്ക്, പ്രതീക്ഷകൾക്ക്, ചോദ്യങ്ങൾക്ക്, ആവലാതികൾക്ക്, സമർപ്പണങ്ങൾക്ക് ഒരു റിപ്ലൈ തിരിച്ചു കിട്ടുന്നത് പടച്ചോനിന്ന് മാത്രമല്ലോ. വേറെ ഒരു സൃഷ്ടിക്കും ഗൈബിയായ മാർഗത്തിൽ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഈ ഈമാൻ ഉണ്ടാവുക. ഈ ഈമാൻ എല്ലാ വസ്തുക്കളിലേക്കും നമ്മൾ മനസ്സിലാക്കുക. അത് നൂലാകാം, ചരടാകാം, കല്ലാകാം, മണലാകാം, അത് ശൈത്താനാകാം, മലക്കാകാം, റൂഹാകാം, ജിന്നാകാം, എന്താകട്ടെ, അതിൽക്കൊക്കെ നമ്മൾ മടക്കുക. ഇതൊക്കെ എനിക്ക് എൻ്റെ ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവക്കൊന്നും എനിക്ക് ചെയ്തു തരാൻ പറ്റൂല എന്ന് വിശ്വസിക്കണം, പറ്റില്ല എന്ന് വിശ്വസിക്കണം. അല്ലാതെ ഞാൻ ചോദിക്കാതിരുന്നിട്ട് കാര്യമില്ല, പറ്റില്ല എന്ന് കൂടി ഞാൻ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുമ്പോഴേ തൗഹീദ് പൂർത്തിയാകൂ. അങ്ങനെ പൂർത്തിയാകെ തൗഹീദുമായിട്ടേ പടച്ചവൻ്റെ അടുത്ത് ചെന്നാൽ രക്ഷയുണ്ടാകൂ. അള്ളാഹു രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിൽ ജോലി ചെയ്തിരുന്ന, നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് സേവനങ്ങൾ ചെയ്തിരുന്ന നമ്മുടെ പ്രവർത്തകൻ, നിങ്ങൾക്കെല്ലാം അറിയാം, പുറത്ത് പള്ളിയുടെ പിരിവുമായി ബന്ധപ്പെട്ടൊക്കെ ബക്കറ്റും മറ്റൊക്കെ പിടിച്ച് ഇരിക്കാറുള്ള സിദ്ദീഖ, അദ്ദേഹം മരണപ്പെട്ടു. 2 ഖുത്ബകളിലായി നമ്മൾ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശിഫ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒന്നൊഴിയാതെ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കുകയും സ്വർഗീയ അനുഗ്രഹങ്ങൾ നിറഞ്ഞതാക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഒരു സഹോദരൻ്റെ സിസ്റ്റർ, അവർ അമേരിക്കയിലാണ്. അവർക്ക് വളരെ പ്രയാസകരമായ വലിയ 2 അസുഖങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്, ചികിത്സയിലാണ്. നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. അവർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ആ സഹോദരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ ആ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് മുക്തി നൽകുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അത്തരം മാറാരോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين.